നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രണ്ടും കൽപ്പിച്ച് ഇറാൻ. ഹോർമുസിൽ ഒരു കപ്പൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇറാനിലെ ഒരു പാലമോ പവർ പ്ലാന്റോ ബോംബിട്ട് തകർക്കും എന്ന വെല്ലുവിളിയാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യയിൽ സമാധാനം അകലെയാണ്. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു. ഹോർമുസിൽ പിടിമുറുക്കിയാണ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മറുപടി കൊടുത്തിരിക്കുന്നത്. ഇനി ഒരു കപ്പൽ ഹോർമുസിൽ ആക്രമിക്കപ്പെട്ടാൽ ഇറാന്റെ തല തകരുന്ന അടിയായിരിക്കും നൽകാൻ പോകുന്നത് എന്ന് ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ അതത്ര നിസ്സാരമായി കാണാൻ കഴിയില്ല. ട്രൂത്ത് സോഷ്യലിലായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം. ഈ നിമിഷം മുതൽ മിസൈലോ ഡ്രോണോ റോക്കറ്റോ മറ്റേതെങ്കിലും ആയുധങ്ങളോ ഉപയോഗിച്ച് ഹോർമുസ് കടലിടുക്കിലുള്ള ഏതെങ്കിലും കപ്പലിനെ ആക്രമിക്കുമ്പോൾ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാന് തൊട്ടടുത്തുള്ളത് ഉൾപ്പെടെയുള്ള പാലമോ പവർ പ്ലാന്റുകളോ US ബോംബിട്ട് തകർക്കും എന്നായിരുന്നു ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചത്. ഇറാനെതിരെ വീണ്ടും ഭീഷണിയുമായി ട്രംപ് രംഗത്തേക്ക് വരുമ്പോൾ ലോകം വലിയ ഭയപ്പാടോടെയാണ് ഇതിനെ കാണുന്നത്. അതായത് സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി അറബ് രാജ്യങ്ങൾ നീക്കം നടത്തുമ്പോഴും അതിനെയെല്ലാം കാറ്റിൽ പറത്തുന്ന സമീപനമാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സ്വീകരിക്കുന്നത്. അതായത് പോർവിളി ശക്തമായി കൊണ്ടിരിക്കുന്നു. കുവൈറ്റിന് നേരെയുണ്ടായ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തോട് പ്രതികരിച്ച് കുവൈറ്റ് സൈന്യം രംഗത്ത് വന്നിട്ടുണ്ട്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോണുകളെ തടഞ്ഞുവെന്നും ഇത് സ്ഫോടനത്തിന് കാരണമായെന്നും സൈനിക മേധാവി പറഞ്ഞു. അധികാരികൾ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ പൊതുജനങ്ങളോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനിലെ തെക്കൻ തുറമുഖ നഗരങ്ങളിൽ US സേന 10ാം ദിവസവും ബോംബ് ആക്രമണം അതിരൂക്ഷമായി നടത്തിയിരുന്നു. US താവളങ്ങളുള്ള ബഹ്റൈൻ, കുവൈറ്റ്, ജോർദാൻ എന്നിവിടങ്ങളിൽ ഇറാനും തിരിച്ചടി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അതിരാവിലെ തുടങ്ങിയ ആക്രമണം രാത്രി വൈകിയും തുടരുകയായിരുന്നു എന്ന് കുവൈറ്റും ബഹ്റൈനും അറിയിച്ചു. അതേസമയം പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണ് തങ്ങളെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഇന്ന് പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിലാണ് എന്നതാണ് യാഥാർത്ഥ്യം. മസൂദ് പെസഷ്ക്യാൻ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തങ്ങളും ഒരുക്കമല്ല എന്നുള്ള ഒരു മുന്നറിയിപ്പാണ് ഇറാനിൽ നിന്ന് വരുന്നത്. ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം ശക്തമായി തുടരുകയാണെന്നും ഒരു കപ്പൽ പ്രവർത്തനരഹിതമാക്കിയതായും US സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വ്യാവസായിക യൂണിറ്റ് ആക്രമിക്കപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. രാത്രിയോടെയുണ്ടായ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എപ്പോഴൊക്കെ ഇറാൻ അമേരിക്കൻ സൈനികരെ വധിക്കുന്നുവോ അപ്പോഴെല്ലാം ആ കൊലപാതകത്തിന് പല മടങ്ങ് വില നൽകേണ്ടി വരും എന്നാണ് ഇറാന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇനിയും അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടാൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണ നടപടികളിലേക്ക് കടക്കും എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാനിൽ അമേരിക്ക ആക്രമണം തുടരുന്നതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. ഇറാനിലെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കപ്പെടുമെന്ന് ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ആക്രമണം കനത്തിട്ടുണ്ട്. ബുഷഹർ ആണവ നിലയത്തിന്റെ തൊട്ടടുത്ത് വരെ ബോംബ് വീണു എന്നാണ് റിപ്പോർട്ടുകൾ. തിരിച്ചടിയായി ജോർദാനിലെ അൽ അസ്റാഖ് വ്യോമത്താവളത്തിലും ബഹ്റൈനിലെ ഷെയ്ഖ് ഇസ വ്യോമത്താവളത്തിലും ആക്രമണം നടത്തിയെന്ന് ഇറാനും അറിയിച്ചു. ഇതോടെ സമാധാന ചർച്ചകൾ വഴിമുട്ടിയ അവസ്ഥയിലാണ്. സമാധാന ചർച്ചയ്ക്ക് അമേരിക്ക തയ്യാറാണെന്നും ഇറാനാണ് തയ്യാറാകാത്തതെന്നും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കുറ്റപ്പെടുത്തി. യുദ്ധത്തിനായി അമേരിക്കയ്ക്ക് ഇതുവരെ $3750 കോടി ചെലവായി എന്നാണ് യുദ്ധവകുപ്പ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് സെനറ്റിനെ അറിയിച്ചത്. വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതെ ഇറാനും അമേരിക്കയും നിലനിൽക്കുകയാണ്. കടുംപിടുത്തത്തിന്റെ ഫലം 11ാം നാളും തുടരുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങളാണ്. ടെഹ്റാനിലും കബൂദരഹങ്ങിലും ബുഷഹറിലും US കനത്ത പ്രഹരമേൽപ്പിച്ചു. ബുഷഹർ ആണവ നിലയത്തിൽ തൊട്ടടുത്ത് വരെ ബോംബ് വീണതോടെ IRGC അപകടം മണത്തു കഴിഞ്ഞിട്ടുണ്ട്. ചെങ്കടലിൽ ഹൂതികളുടെ നാവിക ഉപരോധവും തുടരുകയാണ്. സംഘർഷം തുടരുന്നതിനാൽ ആഗോള വിപണിയിൽ എണ്ണവില വീണ്ടും ഉയരുന്നു. ഇപ്പോൾ $91 മുകളിലാണ് ബ്രെന്റ് ക്രൂഡ് വില. അളവറ്റ ബോംബ് വർഷവും അതിനായി അളവറ്റ പണവും അനുവദിക്കാനാകില്ല എന്നും അവകാശവാദങ്ങളല്ലാതെ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് ഉടൻ അമേരിക്ക കടക്കണം എന്നാണ് ട്രംപിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ രാജ്യത്ത് നിന്ന് തന്നെ വിമർശനങ്ങൾ ശക്തമാകുന്നത്. പികാക്സ് പർവ്വതത്തിനടിയിൽ ഇറാന്റെ യുറേനിയം ശേഖരം ബോംബിട്ട് തകർക്കും എന്ന് വീണ്ടും വെല്ലുവിളി മുഴക്കിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. ഇതിനിടെ ചർച്ചകൾക്ക് പാകിസ്ഥാൻ വഴി ചില ശ്രമങ്ങൾ തുടരുന്നുണ്ട്. ഈജിപ്ത്, UAE വിദേശകാര്യ മന്ത്രിമാർ തമ്മിൽ ഉടൻ കൂടിക്കാഴ്ച നടത്തും എന്നാണ് വിവരങ്ങൾ.
ടെഹ്റാൻ സംസാരിക്കാൻ തയ്യാറാകാത്തതാണ് പ്രശ്നമെന്ന് അമേരിക്ക കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ US-നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മിനാബിലെ സ്കൂൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ സംസ്കാര യാത്ര ഇതിനിടയിൽ ഇറാനിൽ നടക്കുകയാണ്. ഇക്കഴിഞ്ഞ 11 ദിവസത്തിനിടെ ഇറാനിൽ 50 പേർ കൊല്ലപ്പെടുകയും 500 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ. യുദ്ധത്തിൽ ഇതുവരെ 18 സൈനികർ കൊല്ലപ്പെട്ടതായി ട്രംപ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ജോർദാനിൽ കൊല്ലപ്പെട്ട 2 US സൈനികർ ഉൾപ്പെടെയാണ് ഈ കണക്ക്. സൈനികർ കൊല്ലപ്പെടുന്നതോടെ അമേരിക്കയിൽ വലിയ പ്രതിഷേധമാണ് ട്രംപിനെതിരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. സൈനിക ചെലവുകൾ പെട്ടെന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ യുദ്ധത്തിനായി കൂടുതൽ തുക വകയിരുത്തിയില്ലെങ്കിൽ US സൈന്യത്തിന്റെ ഭാവി പരിശീലന പരിപാടികൾ വെട്ടിച്ചുരുക്കേണ്ടി വരും എന്ന് പീറ്റ് ഹെഗ്സത്ത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി $67 ബില്യൺ വരുന്ന അനുബന്ധ ബജറ്റ് വിഹിതം അടിയന്തരമായി അനുവദിക്കണമെന്ന് പെന്റഗൺ US കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം ആദ്യം ഇറാനെതിരെയുള്ള വ്യോമാക്രമണങ്ങൾ അമേരിക്ക പുനരാരംഭിച്ച ശേഷം ഇതാദ്യമായാണ് പ്രതിരോധ ചെലവുകളെക്കുറിച്ച് ഔദ്യോഗികമായ കണക്കുകൾ പുറത്തുവിട്ടത്. അമേരിക്കൻ ജനപ്രതിനിധി സഭയിലേക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൊതുജനങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത യുദ്ധവും അതിനായി ചെലവഴിക്കുന്ന കോടാനുകോടി ഡോളറും രാജ്യത്ത് വലിയ ചർച്ചയായിട്ടുണ്ട്. മുൻനിര ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഭരണകൂടത്തിന്റെ ഈ നീക്കത്തെ ശക്തമായി വിമർശിക്കുകയും യുദ്ധം തുടർന്നാൽ യഥാർത്ഥ ചെലവ് ഇതിലും എത്രയോ ഇരട്ടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ US കോൺഗ്രസിൽ ഈ വിഷയം വലിയ വാദപ്രതിവാദങ്ങൾക്ക് വഴിവെക്കും എന്നാണ് സൂചനകൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.